വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, വിവിധ ബാങ്കുകളെയും ബാങ്ക് ഉദ്യോഗസ്ഥരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ, സഖാക്കൾ, എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. എല്ലാ ബാങ്ക് യൂണിയൻ പരിപാടികൾക്കും എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപന വ്യവസ്ഥയായിട്ടുള്ള ബാങ്കിങ് വ്യവസ്ഥയെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ബലത്തിലും അതിൻ്റെ ദൃഢതയിലും കാത്തു സൂക്ഷിക്കാൻ, അതുവഴി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് ഞങ്ങളെപ്പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരൊന്നുമല്ല, മറിച്ച് തെരുവിൽ സമരം ചെയ്ത് ഈ വ്യവസ്ഥയെ പൊതുമേഖലയിൽ നിലനിർത്തിയിട്ടുള്ള ഇവിടുത്തെ ബാങ്ക് യൂണിയനും അതിനുള്ളിലെ അംഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ന് സുരക്ഷിതമായിട്ടും സ്ഥിരതയോടെയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അത് അക്നോളജ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ പലപ്പോഴും എൻ്റെ വാക്കുകൾ ആരംഭിക്കാറ് തന്നെയുള്ളൂ. രണ്ടാമത്തേത്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു നിയോ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലാണ് എന്ന് ഡോക്ടർ പ്രഭാത് പറയുകയുണ്ടായി. അതിലൊരു പടി കൂടി കടന്ന് ഒരു വിഷയം അവിടെ പറയേണ്ടതുണ്ട്. ഒരു കാലത്തും പൊതുമേഖലയുടെ സുഹൃത്തുക്കളായിരുന്നില്ല സംഘപരിവാർ. എന്നൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ പൊതുമേഖലയ്ക്കെതിരെ പരസ്യമായും അല്ലാതെയും നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ സംഘടനകൾ. 1969 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടപ്പോൾ 2 പേർ സുപ്രീം കോടതിയിൽ അതിനെതിരെ കേസിന് പോയി. അതിലൊരാൾ അന്നത്തെ സ്വതന്ത്ര പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മീനു മസാനിയായിരുന്നു. രണ്ടാമത്തെ ആൾ, അദ്ദേഹത്തിന്റെ പേര് ബൽരാജ് മധോക് എന്നായിരുന്നു. ബൽരാജ് മധോക് എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു. അന്നത്തെ ജനസംഘിന്റെയും RSSന്റെയും തലതൊട്ടപ്പനായ നേതാവായിരുന്നു. മീനു മസാനിയും ബൽരാജ് മധോക്കുമാണ് 1971 സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞത് ബാങ്ക് ദേശസാൽക്കരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അവർ പറയുകയുണ്ടായി. 1972 പുറപ്പെടുവിച്ച ഒരു വിധിയിൽ സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. ദേശസാൽക്കരണം ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് സുപ്രീം കോടതി 1972 വിധി എഴുതി. അവിടെ നിന്ന് ഇങ്ങോട്ട് ദേശസാൽക്കരണത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളതാണ്, പറയപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കത് വീണ്ടും അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ അടിസ്ഥാനപരമായി എന്നൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ പൊതുമേഖലാ ബാങ്കിങ്ങിനെതിരെ നിലകൊണ്ടിട്ടുള്ള ഭരണകൂടങ്ങളാണ് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടങ്ങൾ. അത്തരത്തിലുള്ള ഒരു ഭരണകൂടം തന്നെയാണ് ഇന്നും ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊന്നും നിങ്ങൾ ഈ ഭരണകൂടത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പൊതുമേഖലയെ ദുർബലപ്പെടുത്തുന്ന ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവരുടെ പിണിയാളികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു അനുമാനത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ. 1991 മുതൽ ഭരണകൂടങ്ങൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ള ഒരു നയമാണ് നവലിബറലിസം. ഈ നവലിബറലിസം എന്ന് പറയുന്നത് പലപ്പോഴും പലരും കരുതാറുണ്ട് അതൊരു സാമ്പത്തിക സിദ്ധാന്തമാണ് എന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നവലിബറലിസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സിദ്ധാന്തമല്ല. നവലിബറലിസം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തമോ ഒരു സ്കൂൾ ഓഫ് തോട്ടോ ഒന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
കാരണം നവലിബറലിസം എന്ന് പറയുന്നത് ഈ ഒരു സാമ്പത്തിക സിദ്ധാന്തമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരു വർഗത്തിൽ നിന്ന് മറ്റൊരു വർഗത്തിലേക്ക് സമ്പത്തും മറ്റു വിഭവങ്ങളും കൈമാറ്റം ചെയ്യുക എന്ന ഒരു കർത്തവ്യമാണ് ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നടത്തിപ്പോന്നിട്ടുള്ളത്. അത് 80കളിൽ അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയിലായാലും നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലായാലും ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കർത്തവ്യം, ഒരു വർഗത്തിൽ നിന്ന് വിഭവങ്ങളും സമ്പത്തും മറ്റൊരു വർഗത്തിലേക്ക് കൈമാറ്റി കൊടുക്കുക എന്ന പ്രാഥമികമായ കർത്തവ്യം നവലിബറലിസം വളരെ വൃത്തിയായി നിർവഹിച്ചു പോകുന്ന ഒരു കഴിഞ്ഞ 3 ദശകങ്ങളാണ് ഇന്ത്യയിൽ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് സൈദ്ധാന്തികപരമായിട്ടുള്ള ഒരു പരിസരമോ അല്ലെങ്കിൽ അടിസ്ഥാനമോ ഉണ്ട് എന്ന് നമ്മൾ ആരും കരുതേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നില്ല. പൊതുവിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒന്ന്, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, എന്തുകൊണ്ട് സ്വകാര്യ ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സ്വകാര്യ ബാങ്കുകൾക്ക് മുൻതൂക്കം ലഭിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് ബാങ്കിങ് മേഖലയിൽ ഒരു മുൻഗണന ലഭിക്കണം എന്ന ഒരു ചോദ്യം വരുമ്പോൾ അവരാദ്യം പറയും സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവയാണ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറയും അവർക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവാണ്, അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിഭവങ്ങളുടെ അലൊക്കേഷൻ അവർക്ക് എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നു, അതുപോലെ അത് കാരണം അവർക്ക് കൂടുതൽ ലാഭം അവർക്കുണ്ട്, അതുകൊണ്ട് സ്വകാര്യ ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകളെക്കാൾ മെച്ചം എന്നവർ പറയും. രണ്ടാമതായി അവർ പറയും ഈ സ്വകാര്യ ബാങ്കുകൾ പൊതു ഖജനാവിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്, അതുകൊണ്ട് പൊതു ഖജനാവിന്മേൽ അവർ ചുമത്തുന്ന ഭാരം കുറവാണ് എന്ന് പറയും. അപ്പോ അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഈ സ്വകാര്യ ബാങ്കുകൾ അവരുടേതായ ലാഭം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് സർക്കാരിന്റെ പണത്തെ അല്ലെങ്കിൽ നികുതിദായകന്റെ പണത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നില്ല എന്നും അതുകൊണ്ട് അതാണ് മെച്ചപ്പെട്ടത് എന്നും അവർ പറയും. മൂന്നാമത് അതിന്റെ തുടർച്ചയായി പറയും അതുകൊണ്ട് ഭരണകൂടത്തിന് മേൽ കൂടുതൽ ഭാരം ചുമത്തുന്നവയല്ല സ്വകാര്യ ബാങ്കുകൾ എന്നുള്ളത് കൊണ്ട് ഈ ഭരണകൂടത്തിന് സാധാരണ പൊതുമേഖലാ ബാങ്കുകളെ റീക്യാപിറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്ന പണത്തെ കൂടുതൽ മെച്ചപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചു വിട്ട് ചെലവഴിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നു, അതൊരു നല്ല കാര്യമല്ലേ എന്ന് അവർ ചോദിക്കും. നാലാമതായി അവർ പറയും സ്വകാര്യ ബാങ്കുകൾക്ക് പൊതുമേഖലാ ബാങ്കുകളെക്കാൾ മെച്ചപ്പെട്ട കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട് എന്ന് അവർ പറയും. ഇതിന് കാരണമായി അവർ പറയുന്നത് സ്വകാര്യ ബാങ്കുകൾക്ക് അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ഈ സ്വകാര്യ ബാങ്കുകൾക്ക് മെച്ചപ്പെട്ട കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായേ കഴിയൂ, അതുകൊണ്ട് അവർ അത് പിന്തുടരുന്നു. പക്ഷേ സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ ബാങ്കുകൾക്ക് വളരെ മോശം കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് സാധാരണ ഉണ്ടാവുന്നത് എന്ന് അവർ പറയും. അഞ്ചാമതായി അവർ പറയും സ്വകാര്യ ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകളെക്കാൾ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്നത് എന്ന് പറയും. കൂടുതൽ നൂതനത്വം അവരുടെ പ്രവർത്തനത്തിലും അവരുടെ പ്രോസസ്സുകളിലും അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിലും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ടെക്നോളജിയുടെ ഗുണങ്ങൾ കൂടുതൽ വേഗത്തിൽ എത്തിക്കാൻ സ്വകാര്യ ബാങ്കുകളാണ് മെച്ചം എന്നവർ പറയും. ഇങ്ങനെ ഒരു 5 അല്ലെങ്കിൽ 6 വാദങ്ങളാണ് പ്രധാനമായിട്ട് നവലിബറലിസം നമ്മുടെ മുൻപിൽ നിരത്തുന്നത്. ഇതിലൊന്നിനു പോലും സൈദ്ധാന്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനോട് ചോദിച്ചാലും സാമ്പത്തിക വിദഗ്ധനോട് ചോദിച്ചാലും ഇതിലേതെങ്കിലും ഈ പറഞ്ഞ 5 വാദങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഏതെങ്കിലും സാമ്പത്തിക സിദ്ധാന്തത്തിൽ അടിത്തറയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വളരെ ദുർബലമായ ചില അടിത്തറകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ ഒരു സ്ഥിരമായ ഒരു അടിത്തറ അടിസ്ഥാനപരമായി ഈ ഒരു വാദത്തിനും ഇല്ല എന്ന് അവർ വ്യക്തമായി പറയും.
ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആദ്യത്തെ വാദം എടുക്കാം. സ്വകാര്യ മേഖലയിലെ ബാങ്കുകളാണോ പൊതുമേഖലയിലെ ബാങ്കുകളാണോ കൂടുതൽ കാര്യക്ഷമം? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു വിഷയം അഭിമുഖീകരിച്ചുകൊണ്ടേ പോകാൻ കഴിയൂ. എന്താണ് ഈ കാര്യക്ഷമത? ഈ കാര്യക്ഷമത എന്ന് പറയുന്ന പദത്തിന്റെ നിർവചനം എന്താണ്? ആ നിർവചനം ആദ്യം നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഈ നിർവചനം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഇടുങ്ങിയ ഒരു നിർവചനമായിട്ടാണ് ഈ നവലിബറലുകൾ കൂടുതലായി കാണുന്നത്. എന്താണ് നിർവചനം? ലാഭം. കൂടുതൽ ലാഭമുണ്ടോ കൂടുതൽ കാര്യക്ഷമം, ലാഭം കുറവാണോ കാര്യക്ഷമത കുറവ് എന്ന ഒരൊറ്റ നിർവചനത്തിൽ, ചെറിയ ഇടുങ്ങിയ നിർവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വകാര്യ ബാങ്കുകൾക്ക് കൂടുതൽ കാര്യക്ഷമതയുണ്ട് എന്ന് ഇവർ വാദിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ കാര്യക്ഷമതയെ സത്യത്തിൽ നിർവചിക്കേണ്ടത്? അല്ല. കാര്യക്ഷമതയെ നിർവചിക്കേണ്ടത് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ പ്രസ്ഥാനം അതിന്റെ സാമൂഹികമായ കർത്തവ്യം നിർവഹിക്കുന്നുണ്ടോ എന്നുകൂടി അടിസ്ഥാനപ്പെടുത്തി ആവണ്ടേ? ആ ചോദ്യം നവലിബറലുകൾക്ക് പ്രസക്തമേ അല്ല. കാരണം നിങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ ആ ലാഭം വഴി മാത്രമേ നിങ്ങൾക്ക് സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന വാദമാണ് അവർ ഉയർത്തുന്നത്. പക്ഷേ നമ്മൾ ഉയർത്തുന്ന വാദം അതല്ല. സാമൂഹികമായ സുരക്ഷിതത്വത്തിൽ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് മാത്രമേ കാര്യക്ഷമതയെ നിർവചിക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതങ്ങനെയാണ് താനും. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ പൊതുമേഖലാ അല്ല സ്വകാര്യ ബാങ്കുകൾ എടുത്തു നോക്കൂ. ഈ സ്വകാര്യ ബാങ്കുകൾ എവിടെ നിന്നാണ് അവരുടെ ലാഭങ്ങൾ ഉണ്ടാക്കുന്നത്? കൂടുതലും അർബൻ മേഖലകളിലെ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മേഖലകളിലെ ബാങ്കുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വലിയ ലാഭത്തിൽ നിന്നാണ് അവരുടെ വലിയ ലാഭം നിലനിർത്തുന്നത്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താണ്? ഗ്രാമീണ മേഖല, സെമി അർബൻ മേഖല, ഈ മേഖലകളിലൊക്കെയുള്ള പൊതുജനങ്ങളെയും അവിടെ ജീവിക്കുന്ന ജനസംഖ്യകളെയും പരിപൂർണമായിട്ട് അവർ അവഗണിക്കുന്നു. അവർക്ക് അവിടെ ബാങ്ക് ബ്രാഞ്ചുകളില്ല. അവർക്ക് ബാങ്ക് ബ്രാഞ്ചുകളുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്ന നഗര മെട്രോപൊളിറ്റൻ മേഖലകളിലാണ്. ലാഭമില്ലാത്ത മേഖലകളിൽ അവർ കടന്നു ചെല്ലുന്നതേയില്ല. ലാഭമില്ലാത്ത മേഖലകളിൽ നിന്ന് അവർക്ക് അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് അവർക്ക് റിസർവ് ബാങ്കിനെ ബോധിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു വാതിലും റിസർവ് ബാങ്ക് തന്നെ ഇന്ന് തുറന്നിട്ടിരിക്കുന്നു. പ്രയോറിറ്റി സെക്ടർ സർട്ടിഫിക്കറ്റ്സ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് സർട്ടിഫിക്കറ്റുകൾ ഒരു സ്വകാര്യ ബാങ്കിന് SBIയിൽ നിന്നോ മറ്റ് പൊതുമേഖലാ ബാങ്കിൽ നിന്നോ വാങ്ങാം. 40% പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് SBI നടത്തേണ്ടതെങ്കിൽ SBI 44% സ്വകാര്യ പ്രയോറിറ്റി സെക്ടറിന് ലെൻഡിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അധികം വരുന്ന ആ 4% SBIക്ക് ഒരു സ്വകാര്യ ബാങ്കിന് വിൽക്കാം. ആ സ്വകാര്യ ബാങ്കിന് ആ 4% ഞങ്ങൾ കൊടുത്ത പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് ആണ് എന്ന് അവരുടെ ബാലൻസ് ഷീറ്റിൽ എഴുതി വെക്കാം. അതുവഴി RBIയുടെ ടാർഗറ്റുകൾ മീറ്റ് ചെയ്തു എന്ന് അവർക്ക് RBIയെ ബോധിപ്പിക്കാം. ഇതാണോ കാര്യക്ഷമത? ഇങ്ങനെയാണോ കാര്യക്ഷമത ഉണ്ടാവേണ്ടത്? ഇങ്ങനെയാണോ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്? മറുവശത്ത് പൊതുമേഖലാ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? അവർ കൂടുതലായിട്ട് ഹൈ കോസ്റ്റ് ലോ റവന്യൂ സെഗ്മെന്റുകളെയാണ് ആശ്രയിക്കുന്നത്. നാട്ടിലെ ദരിദ്രർ, പാവപ്പെട്ടവർ, ചെറുകിട കർഷകർ, ചെറുകിട ഉൽപാദകർ, ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടെല്ലാണ് പൊതുമേഖലാ ബാങ്കുകൾ. അവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികൾ. അവർക്ക് ലോണുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അർബൻ മേഖലയിലോ മെട്രോപൊളിറ്റൻ മേഖലയിലോ കിട്ടുന്ന ലാഭം കിട്ടിയെന്ന് വരില്ല. അപ്പൊ നിങ്ങളുടെ പൊതു ലാഭം കുറഞ്ഞു വന്നു എന്നിരിക്കാം, നഷ്ടം വരുന്നില്ല, പക്ഷെ ലാഭം കുറഞ്ഞു എന്നിരിക്കാം. പക്ഷെ അതിനെ കാര്യക്ഷമതയുടെ കുറവ് എന്ന് വിലയിരുത്താൻ കഴിയുമോ? അതാണ് ഇവർ ചെയ്യുന്നത്. പൊതുമേഖലാ ബാങ്കുകളുടെ കണക്കെടുത്തു. 88% റൂറൽ ബാങ്ക് ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ എടുത്താൽ അത് പൊതുമേഖലാ ബാങ്കുകളുടേതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രോപ്പ് ലോണുകളുടെ, കർഷകർക്ക് കൊടുക്കുന്ന ലോണുകൾ 75% ക്രോപ്പ് ലോണുകൾ കൊടുക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. ഇനി 2007-2008 ഡോക്ടർ പ്രഭാത് സൂചിപ്പിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടു.
ആ ആഗോള സാമ്പത്തിക പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പൊതുമേഖലാ ബാങ്കുകളാണ് അവരുടെ ലിക്വിഡിറ്റി ഷോക്ക് മുഴുവൻ അബ്സോർബ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ എന്താണ് സ്വകാര്യ ബാങ്കുകൾ ചെയ്തത്? സ്വകാര്യ ബാങ്കുകൾ അവരുടെ ലെൻഡിങ് അങ്ങ് ഫ്രീസ് ചെയ്തു. പക്ഷേ പൊതുമേഖലാ ബാങ്കുകൾ കളത്തിൽ ഇറങ്ങി കളിച്ചു. ആ ലിക്വിഡിറ്റി ഷോക്ക് അബ്സോർബ് ചെയ്തു. ജനങ്ങൾക്ക് ആവശ്യം വേണ്ട സഹായങ്ങൾ നൽകി, റിലീഫ് നൽകി. സ്വകാര്യ ബാങ്കുകൾ കടകടച്ച് സുഖമായി സേഫായി വീട്ടിലിരുന്നു. അവർക്ക് ലാഭം കൂടി. കാര്യക്ഷമത കൂടിയോ? കൂടിയത് ഇവർ പറയും. അതാണോ കാര്യക്ഷമതയുടെ നിർവചനം? ഇനി അങ്ങോട്ട് നോക്കൂ. ജനധൻ അക്കൗണ്ട് തുറക്കാൻ പറഞ്ഞു. 46 കോടി ജനധൻ അക്കൗണ്ടുകൾ ഈ നാട്ടിൽ തുറക്കാൻ പറഞ്ഞു. ആർക്ക് വേണ്ടി? പാവപ്പെട്ടവർക്ക് വേണ്ടി. ആരാണത് ചെയ്തത്? 80% ജനധൻ അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്തിരിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. എവിടെ പോയി സ്വകാര്യ ബാങ്കുകൾ? ഇനി അവിടുന്ന് അങ്ങോട്ട് ഡിമോണിറ്റൈസേഷൻ നടന്നു. ഡിമോണിറ്റൈസേഷൻ നടന്നപ്പോൾ 90% ക്യാഷ് എക്സ്ചേഞ്ച് നടത്തുന്നത് പൊതുമേഖലാ ബാങ്കുകളിലാണ്. ഇനി അവിടുന്ന് മുമ്പോട്ട് പോകൂ. കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോ MSMEകൾക്ക് എമർജൻസി ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുത്തു. ഈ എമർജൻസി ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുത്തതിൽ 95%, അതായത് 3 ലക്ഷം കോടി രൂപ നൽകിയത് പൊതുമേഖലാ ബാങ്കുകളാണ്, സ്വകാര്യ ബാങ്കുകളല്ല. അപ്പൊ രാജ്യത്തിന്, സമൂഹത്തിന് ഒരു കുഴപ്പം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത് എപ്പോഴും പൊതുമേഖലാ ബാങ്കുകളാണ്. ആവശ്യപ്പെടുന്നതും പൊതുമേഖലാ ബാങ്കുകളോടാണ് സർക്കാർ. പക്ഷേ ആ ജോലി കഴിയുമ്പോൾ അവരെ സർക്കാർ അങ്ങ് മറക്കും. ഇനി നിങ്ങളെ സ്വകാര്യവൽക്കരിക്കാം എന്നങ്ങ് തീരുമാനിക്കും. ഇത്തരത്തിൽ RBIയുടെ ഒരു പഠനമുണ്ട്. RBIയുടെ പഠനമുള്ള അനുസരിച്ച് 2021 RBI നടത്തിയ ഒരു പഠനം അനുസരിച്ച് ഈ എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ കാര്യക്ഷമതയുടെ അതേ നിർവചനത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിനുള്ള ലേബർ കോസ്റ്റ് എത്ര എന്ന് പരിശോധിച്ചു RBI. ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് ലേബർ കോസ്റ്റ് എത്ര എന്ന് നോക്കുമ്പോൾ അത് പൊതുമേഖലാ ബാങ്കുകൾക്ക് സ്വകാര്യ ബാങ്കുകളേക്കാൾ എത്രയോ കുറവാണ് എന്നാണ് റിസർവ് ബാങ്കിന്റെ തന്നെ പഠനം കാണിക്കുന്നത്. ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര ലേബർ കോസ്റ്റ് എന്ന് നോക്കുമ്പോൾ സ്വകാര്യ ബാങ്കുകൾക്ക് പൊതുമേഖലാ ബാങ്കുകളെക്കാൾ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു ഇടുങ്ങിയ നിർവചനത്തിൽ നിന്ന് നോക്കിയാൽ പോലും സ്വകാര്യ ബാങ്കുകൾക്ക് കാര്യക്ഷമതയുള്ളതായി കാണുന്നില്ല. അപ്പോൾ ഇതാണ് പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു ആദ്യത്തെ വിഷയം. സ്വകാര്യ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളെക്കാൾ കാര്യക്ഷമമാണോ? അതിൽ ആദ്യത്തെ ചോദ്യം, എന്താണ് നിർവചനം കാര്യക്ഷമതയുടെ? 2, എങ്ങനെ നോക്കിയാലും സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കാര്യക്ഷമത കണക്കിലെടുത്താൽ സ്വകാര്യ ബാങ്കുകൾക്ക് കാര്യക്ഷമത എത്രയോ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അവർ പറയുന്ന രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സർക്കാരുകളെ ആശ്രയിക്കാതെ കാര്യക്ഷമമായി പ്രവർത്തനം നടത്താൻ സ്വകാര്യ ബാങ്കുകൾക്ക് കഴിയുന്നു. പക്ഷെ പൊതുമേഖലാ ബാങ്കുകളാകട്ടെ സർക്കാരെ ആശ്രയിക്കാതെ പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല. ഇതിലെന്താണ് വാസ്തവം എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വകാര്യ ബാങ്കുകൾക്ക് കൂടുതൽ ലാഭത്തോട് ഇഷ്ടമാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വകാര്യ ബാങ്കുകൾ ചെയ്യുന്നത് എന്താണ്? അങ്ങേയറ്റം അപകടം പിടിച്ച, അങ്ങേയറ്റം റിസ്കി ആയിട്ടുള്ള ബാങ്കിങ് ഓപ്പറേഷനുകളിലേക്ക് അവർ ഇറങ്ങി പുറപ്പെടുന്നു. വലിയ ഒരു കടം വാങ്ങുന്ന ഒരാളെ കിട്ടിയാൽ കാര്യമായിട്ടുള്ള ക്രെഡിറ്റ് വർത്തിനെസിന്റെ ചെക്കുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഈ ലോൺ കൊടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നു. കാരണം അവർ കാണുന്നത് ഇതിൽ നിന്നുള്ള റിട്ടേൺസ് ഞങ്ങൾക്ക് കൂടുതലാണ് എന്ന് കാണുന്നത് കൊണ്ട് കൂടുതൽ റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് പോകാനായിട്ട് സ്വകാര്യ ബാങ്കുകൾ തയ്യാറാവുന്നു. പക്ഷേ പൊതുമേഖലാ ബാങ്കുകൾ എപ്പോഴും അതിന് തയ്യാറായി എന്ന് വരില്ല. മുകളിൽ നിന്നൊരു ഫോൺ കോൾ വന്നാൽ ചിലപ്പോൾ ചെയ്തേക്കും, പക്ഷേ അല്ലാത്ത പക്ഷം അവര് സാധാരണ ചെയ്യാറില്ല. ഇതാണ് ഉദാഹരണത്തിന് യെസ് ബാങ്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടത്. കൊളാപ്സ് ചെയ്ത ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാങ്കുകളൊക്കെ തന്നെ വളരെ റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് പോയിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ, ഈ കുഴപ്പങ്ങളിലേക്ക് അവർ നടത്തുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ബലത്തിലാണ്, എന്ത് ഉറപ്പിന്റെ മുകളിലാണ് എന്ന് നോക്കിയാൽ വ്യക്തമായി നമുക്ക് കാണാം, ഞങ്ങൾ തകർന്നാൽ ഈ സർക്കാർ ഞങ്ങളെ രക്ഷിക്കും എന്ന ഒരു ആത്മവിശ്വാസം അവരിലുള്ളത് കൊണ്ടാണ്, ഒരു ഉറപ്പ് അവരിലുള്ളത് കൊണ്ടാണ്. ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ബാങ്കുകൾ കുഴപ്പത്തിൽ ചാടുമ്പോൾ സർക്കാരുകൾ പോയി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു, ബെയിൽ ഔട്ട് ചെയ്യുന്നു.
ഇതാണ് നാട്ടിൽ മുഴുവൻ കണ്ടിട്ടുള്ളത്. ഈ ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് 2004 പൊളിഞ്ഞു പോയപ്പോഴും 2020 യെസ് ബാങ്ക് പൊളിഞ്ഞപ്പോഴും ഇന്ത്യക്ക് പുറത്ത് സിലിക്കൺ വാലി ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ അമേരിക്കയിൽ പൊളിഞ്ഞപ്പോഴും ഒക്കെ രക്ഷയ്ക്ക് വന്നത് സർക്കാരുകളാണ്. അപ്പോൾ ഇവരുടെ റിസ്കി ഓപ്പറേഷൻസിൻ്റെ റിസ്ക് മുഴുവൻ ഏറ്റെടുക്കുന്നത് നാട്ടിലെ നികുതിദായകരാണ്. അവരാണല്ലോ സർക്കാരിൻ്റെ ഖജനാവിന് പണം കൊടുക്കുന്നത്. അത്തരത്തിലാണ്. അപ്പോൾ ഈ സ്വകാര്യ ബാങ്കുകൾ എന്ന് പറയുന്നത് അവർക്ക് മെച്ചപ്പെട്ടിട്ടുള്ള ഈ സർക്കാരിനെ ആശ്രയിക്കാതെ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവരും സർക്കാരിനെ ആശ്രയിച്ച് തന്നെയാണ് കഴിയുന്നത്. കാരണം അവരെടുക്കുന്ന റിസ്ക് മുഴുവൻ അണ്ടർ റൈറ്റ് ചെയ്യുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി ഭരണകൂടങ്ങളാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. സർക്കാരിന് ഇവരെ പൊതുമേഖലാ ബാങ്കുകളെ റീക്യാപിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പണം ലാഭിച്ചുകൊണ്ട് അത് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് സാമൂഹ്യ മേഖലകളിലൊക്കെ ചെലവഴിക്കാനായിട്ടൊരു സ്വാതന്ത്ര്യം സർക്കാരിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനിപ്പോൾ പറഞ്ഞ ഈ ബെയിൽ ഔട്ട്, ഈ സ്വകാര്യ ബാങ്കുകൾ രക്ഷിച്ചെടുക്കലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും ഡോക്ടർ പ്രഭാത് 2007 ശേഷം ഇവിടെ നടന്ന ബാങ്കുകളിലെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു. ഈ തകർച്ചയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഗ്രൂപ്പ്, ബാങ്ക് ഓഫ് അമേരിക്ക, AIG, ഫാനി മേ, ഫ്രെഡി മാക്, ഇൻഡിമാക് ബാങ്ക് ഇതുപോലെയുള്ള അമേരിക്കയിലെ ബാങ്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പിലെ ബാങ്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാങ്കുകളൊക്കെ തകർച്ച നേരിട്ടപ്പോൾ കോടിക്കണക്കിന് ഡോളർ ഇറക്കിക്കൊണ്ട് ഇവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തിയത് അവിടങ്ങളിലെ ഭരണകൂടങ്ങളാണ്. ഇന്ത്യയിൽ 2021 CAG-യുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷം കോടി രൂപയാണ് സ്വകാര്യ ബാങ്കുകളെ ബെയിൽ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2000 വർഷം മുതൽ 2020 വർഷം വരെ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് CAG കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇത്ര പണമാണ് ഭരണകൂടത്തിൻ്റെ ഖജനാവിൽ നിന്ന് സ്വകാര്യ ബാങ്കുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഒരു വർഷം 66,000 കോടിയോ അല്ലെങ്കിൽ 70,000 കോടി രൂപയോ മാത്രമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ബജറ്റ്. ഏകദേശം 10-20 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് അത്ര തന്നെയാണ്, ഏകദേശം 10 ലക്ഷം കോടി രൂപ. ഇത് പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള ചെലവുകളാണ് CAG കണക്ക് കൂട്ടിയിട്ടുള്ളത്, പ്രത്യക്ഷമായിട്ടുള്ളത് മാത്രമല്ല. അപ്പോൾ ഈ സർക്കാരിന് കൂടുതൽ എന്താ പറയുക, ഈ പൊതുമേഖലാ ബാങ്കുകൾ റീക്യാപിറ്റലൈസ് ചെയ്യുന്ന പണം ലാഭിക്കുക വഴി സ്വകാര്യവൽക്കരണം നടത്തിയാൽ ആ പണം ലാഭിച്ച് മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിക്കാമെന്ന് പറയുന്നതും വാസ്തവമല്ല. കാരണം സ്വകാര്യ ബാങ്കുകളെ അവർ എടുക്കുന്ന അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ തന്നെ സർക്കാരുകൾ ലക്ഷക്കണക്കിന് കോടി രൂപ എല്ലാ വർഷവും ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു ഇവരുടെ? അതായത് സ്വകാര്യ ബാങ്കുകൾക്ക് പൊതുമേഖലാ ബാങ്കുകളെക്കാൾ മെച്ചപ്പെട്ട കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡുകളുണ്ട് എന്നുള്ളതാണ്. അതൊരു തമാശയാണ്. നമ്മളതിനൊരു തമാശയായി കണ്ടാൽ മതി. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പൊതുമേഖലയിലെ സ്ഥാപനങ്ങളെക്കാൾ മെച്ചപ്പെട്ട കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട് എന്ന് പറയുന്നത് നമ്മളോട് എത്രയോ വർഷങ്ങളായി, ദശകങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കള്ളമാണ്. അതിൽ ചിലർ വീണുപോകുന്നുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണെങ്കിൽ പോലും എന്താണ് ഇവിടുത്തെ വാസ്തവമായിട്ടുള്ള സ്ഥിതി? ഫിനാൻസിൻ്റെ ചരക്കുവൽക്കരണം, ദ കമോഡിഫിക്കേഷൻ ഓഫ് ഫിനാൻസ്, ഈ ഫിനാൻസിൻ്റെ ചരക്കുവൽക്കരണത്തിൻ്റെ അടിസ്ഥാന തത്വമായി പ്രവർത്തിക്കുന്നത് അഴിമതിയാണ്. അഴിമതിയില്ലാതെ ഫിനാൻസിൻ്റെ ചരക്കുവൽക്കരണം നടന്ന ചരിത്രം ഈ ലോകത്തില്ല, ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഉണ്ടാകുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വാദമനുസരിച്ച് ഇവർക്ക് ഇവരുടെ ഷെയർ ഹോൾഡർമാരോട് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മെച്ചപ്പെട്ട കോർപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതേ ഷെയർ ഹോൾഡർമാരെ തൃപ്തിപ്പെടുത്തി നിർത്താൻ തന്നെ അവർ ചെയ്യുന്നത് എന്താണ്? ദീർഘകാലത്തെ സ്റ്റെബിലിറ്റിയാണോ, സ്ഥിരതയാണോ പ്രധാനം, ഹ്രസ്വകാലത്തെ ലാഭങ്ങളാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ ഷെയർ ഹോൾഡർമാർ തന്നെ മറുപടി പറയും, ഹ്രസ്വകാലത്തെ ലാഭം മതി, അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഷെയർ വിറ്റ് വേറെ എവിടെയെങ്കിലും പൊക്കോളാം എന്ന് പറയുന്നവരാണ്
നമ്മളിൽ അടക്കമുള്ള പല ഷെയർ ഹോൾഡർമാരുടെയും അവസ്ഥ. അപ്പോൾ ഹ്രസ്വകാലത്തെ ലാഭത്തിന് ദീർഘകാല സ്ഥിരതയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൈവരുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് കാശിക്ക് പോകും എന്നുള്ളത് നമുക്കറിയാം. എവിടെ എന്ത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് പിന്നെയുള്ളത്? അപ്പോൾ അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹ്രസ്വകാലത്തിൽ ചെറിയ സമയത്തിനുള്ളിൽ ഏറ്റവും വലിയ ലാഭം, ഏറ്റവും വലിയ ഡിവിഡൻഡ് എങ്ങനെ ഷെയർ ഹോൾഡർമാർക്ക് കൊടുക്കാം എന്ന ഒരൊറ്റ വ്യവസ്ഥയിന്മേലാണ് ആ മൊത്തം ബാങ്ക് നിലനിൽക്കുക. ഈ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അവരുടെ ഷെയറിൻ്റെ വില എങ്ങനെ ഉയർത്തി നിർത്താം, അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെ ഉയർത്തി നിർത്താം എന്ന ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് ആ ബാങ്കിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മുൻപോട്ട് പോകുന്നത്. അതിനടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ലാഭമാണ് താനും. അപ്പോൾ ഹ്രസ്വകാല ലാഭം തന്നെയാണ് ഇവിടെയും ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ICICI ബാങ്ക് 2016 വരെ അക്യൂമുലേറ്റ് ചെയ്ത 9,000 അല്ലെങ്കിൽ 10,000 കോടി രൂപയുടെ NPA അന്ന് വരെ ആരും കണ്ടിരുന്നില്ല. 2016 പെട്ടെന്ന് എല്ലാവരും കണ്ടുപിടിച്ചു ICICI ബാങ്കിന് 10,000 കോടി രൂപയുടെ NPA ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതുവരെ കോർപ്പറേറ്റ് ഗവേണൻസ് എവിടെ പോയിരുന്നു? അവരിത് കണ്ടുപിടിച്ചില്ലേ? ICICI ബാങ്കിൻ്റെ MD ആയിരുന്നില്ലേ ചന്ദ കൊച്ചാർ? ചന്ദ കൊച്ചാറിൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടല്ലേ വീഡിയോകോൺ പ്രത്യേകമായിട്ട് ഒരു ഇളവ് ചെയ്തു കൊടുത്തത്? വീഡിയോകോണിന് ചന്ദ കൊച്ചാറിൻ്റെ ICICI ബാങ്ക് 64 കോടി രൂപ 250 കോടി രൂപ കടമായി കൊടുത്തു. അതിന് പകരമായി ചന്ദ കൊച്ചാറിൻ്റെ ഭർത്താവിൻ്റെ തകരാൻ പോകുന്ന കമ്പനിയിലേക്ക് വീഡിയോകോണിൻ്റെ വേണുഗോപാൽ ദൂത്ത് 64 കോടി രൂപ ഷെയർ ഇറക്കി. ഈ ടിറ്റ് ഫോർ ടാറ്റിൻ്റെ ICICI ബാങ്കിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ബോർഡ് കാണാതെ പോയി. ഈ ലോണ് ആ ബോർഡ് അംഗീകരിച്ചതല്ലേ? അപ്പോൾ അവരിത് കണ്ടിരുന്നില്ലേ? അങ്ങനെ ഏത് സ്വകാര്യ ബാങ്കിൻ്റെ വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ കാര്യക്ഷമതയുടെ വർത്തമാനം നടക്കുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് ഉന്നതമാണ് എന്ന വർത്തമാനം നടക്കുന്നത് ഒരു പച്ചക്കള്ളമാണ്. എല്ലായിടത്തും ഹ്രസ്വകാല ലാഭത്തിന് തന്നെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. സാമൂഹിക ഉത്തരവാദിത്വങ്ങൾക്കോ അവരുടെ ഷെയർ ഹോൾഡർമാരോടുള്ള ദൃഢമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനോടോ അല്ല അവർ പ്രാധാന്യം നൽകുന്നത്, മറിച്ച് ഹ്രസ്വകാല ലാഭങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഇനി അവസാനത്തെ ഒരു വിഷയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇവർ കുറച്ചുകൂടി ഇന്നോവേറ്റീവാണ് എന്ന് പറയുന്നു. കൂടുതൽ ടെക്നോളജിയുടെ ഉപയോഗം, കൂടുതൽ സാങ്കേതിക വിദ്യയുടെ നൂതനത്വത്തോടു കൂടിയുള്ള ഉപയോഗം വഴി കസ്റ്റമേഴ്സിനെ അവർക്ക് നല്ല സർവീസുകൾ കൊടുക്കാൻ സ്വകാര്യ ബാങ്കുകൾക്ക് കഴിയുന്നു, പൊതുമേഖലാ ബാങ്കുകൾ കഴിയില്ല. ആരാ UPI ഉണ്ടാക്കിയത്? ആരാ UPI ഉണ്ട്? ഇന്ന് ബാങ്കിങ് മേഖലയിൽ ഒരു വിപ്ലവം എന്ന് പൊതുവിൽ പറയുന്ന ഒരു ഡിജിറ്റൈസേഷൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഫൗണ്ടേഷനായി നിൽക്കുന്നത് എന്താണ്? UPI അല്ലേ? UPI ഇല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കിങ് ഉണ്ടോ? UPI ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടോ? UPI ഇല്ലെങ്കിൽ Paytm ഉണ്ടോ? ഈ UPI ആരാ ഉണ്ടാക്കിയത്? സ്വകാര്യ മേഖലയാണോ? അല്ല. റിസർവ് ബാങ്കിൻ്റെ കാർമ്മികത്വത്തിലല്ലേ UPI ഉണ്ടായത്? അപ്പോൾ അതെങ്ങനെയാണ് പൊതുമേഖലയ്ക്ക് നൂതനത്വം ഇല്ല എന്ന് പറയുന്നത്? പൊതുമേഖലയുടെ ഈ UPI ഇല്ലായിരുന്നെങ്കിൽ സ്വകാര്യ മേഖലയുടെ ഡിജിറ്റൈസേഷൻ നടക്കുമായിരുന്നോ? ഇല്ല. സ്വകാര്യ മേഖലയുടെ നൂതനത്വം എന്ന് പറയുന്നത് അവരുടെ ഹൈ എൻഡ് അർബൻ ക്ലയൻറ്റേലിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവർക്ക് മെച്ചപ്പെട്ട സർവീസുകൾ, നല്ല ക്രെഡിറ്റ് കാർഡുകൾ, ചില ഈ എയർപോർട്ടിൽ പോകുമ്പോൾ ലൗഞ്ച് സൗകര്യങ്ങൾ, ഇതൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്ന ഈ നൂതനത്തിനാണ് അവർ വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മളോട് പറയുന്നത്. അല്ലാതെ നാട്ടുകാരെ, സാധാരണക്കാരെ, നാട്ടിലെ പാവപ്പെട്ടവരെ ബാധിക്കുന്ന നൂതനത്വമൊന്നും അവർക്ക് ഇന്ന് വരെ മുൻപോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ചെറിയ നൂതനത്വം എടുക്കാം, ATMകൾ. നാട്ടുകാർ പോയി പണമെടുക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ ATMകൾ. ആ ATMൻ്റെ കണക്ക് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എടുത്ത് നോക്കിയപ്പോൾ ഗ്രാമീണ മേഖലകളിലെ ATMൽ സ്വകാര്യ മേഖലയുടെ ATMനേക്കാൾ 3 ഇരട്ടി ATMകൾ പൊതുമേഖലാ ബാങ്കുകൾക്കുണ്ട്. എന്ന് മാത്രമല്ല, ബാങ്കിങ് കറസ്പോണ്ടൻറ്റ്, അതാണല്ലോ ഇവിടെ നേരത്തെ പറഞ്ഞ മറ്റൊരു നൂതനത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. 60% ബാങ്കിങ് കറസ്പോണ്ടൻറ്റ് ഔട്ട്ലെറ്റുകളും നാട്ടിൽ നടത്തുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. അതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. പബ്ലിക് സെക്ടർ ബാങ്കുകളും ഇന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. അതിലൊരു അപകടവുമുണ്ട്. ഈ മത്സരത്തിൻ്റെ കമ്പോളത്തിൽ
നമുക്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ പോലെ പ്രവർത്തിക്കണം എന്ന് പൊതുമേഖലാ ബാങ്കുകളുടെ ചെയർമാൻമാരും ബോർഡുകളും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നമുക്കും അവരെ പോലെ ലാഭം വേണം, നമുക്കും അവരെ പോലെ ഗ്രാമീണ ഓപ്പറേഷൻസ് ദുർബലപ്പെടുത്തണം, നമുക്കും അവരെ പോലെ ലാഭമുള്ളിടത്ത് മാത്രം വായ്പ കൊടുത്താൽ മതി എന്ന് പൊതുമേഖലാ ബാങ്കുകളും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പക്ഷെ നവലിബറലിസം പൊതുമേഖലാ ബാങ്കുകളെയും സ്വകാര്യ ബാങ്കുകളെ പോലെ പ്രവർത്തിക്കാനായിട്ട് അവരെ ഒരു എന്താ പറയുക, ആ ഒരു ചുമതല അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം പോലെ അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് നവലിബറലിസം ചെയ്യുന്നത്. ഒരു പൊതുമേഖലാ ബാങ്കിന്റെ ചെയർമാനും ഒരു സ്വകാര്യ ബാങ്കിന്റെ ചെയർമാനും ഇരിക്കുന്ന ഒരു പാനൽ ഡിസ്കഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിപ്പോകും. അത്തരത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനത്തെ പോലും നവലിബറലിസത്തിന് അടിമപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥയാണ് നമുക്ക് മുമ്പിൽ ഇന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നവലിബറലിസം എന്ന രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ തന്നെ തീർത്തും അസംബന്ധമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഡോക്ടർ പ്രഭാത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ബാങ്കുകളുടെ പിന്മാറ്റം, പൊതുമേഖലാ ബാങ്കുകളുടെ അടക്കമുള്ള പിന്മാറ്റം, അതാണ് പ്രധാനപ്പെട്ടത്. പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യ ബാങ്കുകളെ പോലെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സാമൂഹിക ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള തിരിഞ്ഞുപോക്ക് സ്വകാര്യ ബാങ്കുകളെക്കാൾ വേഗത്തിൽ ചിലപ്പോൾ പൊതുമേഖലാ ബാങ്കുകളും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള വാസ്തവം. അതിനെതിരെ കൂടി നമ്മുടെ സമരം വ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസാനത്തെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ തമാശയായിട്ടുള്ളൊരു കാര്യം കാണാം. ഇന്ന് ബാങ്കുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന കാർഷിക വായ്പ, അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്രെഡിറ്റ് ലിമിറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ആ ക്രെഡിറ്റ് ലിമിറ്റുകൾ എത്രയാണെന്നത് പരിശോധിച്ച് നോക്കിയാൽ ഡയറക്റ്റ് ലെൻഡിങ്ങും ഇൻഡയറക്റ്റ് ലെൻഡിങ്ങും ഉണ്ടല്ലോ. ഈ ഡയറക്റ്റ് ലെൻഡിങ്ങിൽ കാർഷിക വായ്പയായി ഒരാൾക്ക് ഇന്ന് 4 കോടി രൂപ വരെ നൽകാം എന്നാണ് RBIയുടെ പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് പറയുന്നത്. 4 കോടി രൂപ വാങ്ങുന്ന ഏത് മഹാനായ കർഷകനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബിരിയാണി വാങ്ങിത്തരാം. 4 കോടി രൂപ വായ്പ എടുത്ത് കൃഷി നടത്തുന്ന ആ മഹാനായ കർഷകനെ, അദ്ദേഹത്തിൻ്റെ പേര് അംബാനിയെന്നോ അഡാനിയെന്നോ അല്ലാത്ത ഒരു കർഷകനെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നാൽ ഞാൻ ബിരിയാണി വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞത്. അംബാനിയെ കാണിച്ചതെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണി മേടിക്കരുത്. അതാണ് നാട്ടിലെ അവസ്ഥ. അത് മാത്രമല്ല, ഞാൻ കൂടുതൽ പരിശോധിച്ചപ്പോൾ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറിന് 100 കോടി രൂപ വരെ വായ്പ കൊടുത്താൽ അത് കാർഷിക വായ്പയായി നിങ്ങൾക്ക് ബുക്കിൽ എഴുതാം. ഇനി സ്റ്റാർട്ടപ്പുകൾക്ക് 50 കോടി രൂപ വരെ വായ്പ കൊടുത്താൽ അത് നിങ്ങൾക്ക് കാർഷിക വായ്പയായി എഴുതാം. ഇനി ഫുഡ് ആൻഡ് അഗ്രി പ്രോസസ്സിങ്ങിന് 100 കോടി രൂപ വരെ ലോൺ കൊടുത്താൽ അത് നിങ്ങൾക്ക് കാർഷിക വായ്പയായി ബുക്കിൽ എഴുതാം. ഇതൊന്നും ഇൻഡയറക്റ്റ് ഫിനാൻസ് അല്ല കേട്ടോ, ഡയറക്റ്റ് ഫിനാൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ഫിനാൻസ് ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഡയറക്റ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റിൻ്റെ കാര്യം മാത്രമാണ്. ഇനി എല്ലാ എക്സ്പോർട്ട് ക്രെഡിറ്റുകളും ഇപ്പോൾ ഡയറക്റ്റ് ക്രെഡിറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി NBFCകൾക്ക് മൈക്രോ ക്രെഡിറ്റ് ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺ ലെൻഡിങ് ചെയ്യുമ്പോൾ ഒരു മൈക്രോ ക്രെഡിറ്റ് ബോറോവറിന് 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന പണം നിങ്ങൾക്ക് കാർഷിക വായ്പയായി എഴുതാം. ഈ മൈക്രോ ക്രെഡിറ്റ് ലോണുകൾ കൊടുക്കുന്നതിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ ബാങ്കുകാർക്കറിയാം, പുറത്തു പറയില്ലെങ്കിലും മുദ്രാ ലോണുകളായി നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുന്നു. ഈ മുദ്രാ ലോണുകളായിട്ട് എഴുതി വെച്ചതിന് ശേഷം നരേന്ദ്രമോദി പറയുന്നു, ഇത്രയും പുതിയ ആൾക്കാർക്ക് ഞങ്ങൾ ലോൺ കൊടുത്തിരിക്കുന്നു, മുദ്രാ ലോൺ, നാട്ടിൽ വ്യവസായ വിപ്ലവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ബാങ്ക് ഉദ്യോഗസ്ഥർക്കറിയാം, നിങ്ങൾ മുൻപ് കൊടുത്തുകൊണ്ടിരുന്ന മൈക്രോ ക്രെഡിറ്റ് ലോണുകളെ പുതുതായി ഒരു ലോണും കൊടുക്കാതെ 1 വർഷം മുതൽ നിങ്ങൾ PM മുദ്രാ ലോണുകളായി തരംതിരിക്കുമ്പോൾ നാട്ടിൽ വ്യവസായ വിപ്ലവം അങ്ങനെയും നടക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള പറ്റിപ്പ് പരിപാടികൾ നടക്കുന്നുണ്ട് അതിനുള്ളിൽ. അതാണ് നമ്മുടെ ഇപ്പോൾ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
പറയാൻ മാത്രമേ ഉള്ളൂ എന്ന രൂപത്തിലേക്ക് പൊതുമേഖലാ ബാങ്കുകൾക്കുള്ളിൽ പോലും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി അതുപോലെ കുറേ കാലം ഇപ്പോഴാണ് അതിനൊരു മാറ്റം വന്നിട്ടുള്ളത്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് പൊതുമേഖലാ ബാങ്കുകൾ 40% വരെ കൊടുക്കണമെന്നാണല്ലോ. ഈ 2019 വരെ സ്വകാര്യ ബാങ്കുകൾക്കും ഫോറിൻ ബാങ്കുകൾക്കും അത് 25% മതിയായിരുന്നില്ലേ? 91 മുതൽ 2018-19 വരെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് പൊതുമേഖലയ്ക്ക് 40%, സ്വകാര്യ മേഖലയ്ക്ക് 25% മാത്രവുമായിരുന്നു. അങ്ങനെ അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കി. അങ്ങനെ അവർ നാട് മുഴുവൻ പറഞ്ഞു നടന്നു, ഞങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാണ് എന്ന് പറഞ്ഞു നടന്നു. ഗോൾ പോസ്റ്റ് മാറ്റി ഗോൾ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഗോൾ പോസ്റ്റിൽ വേണ്ടേ ഗോൾ അടിക്കാൻ? ഒരേ ഗോൾ പോസ്റ്റിൽ പോലെ രണ്ടുപേരും ഗോൾ അടിക്കാൻ. ഒരാളുടെ ഗോൾ പോസ്റ്റിന് 20 അടി വീതവും മറ്റേയാളുടെ ഗോൾ പോസ്റ്റിന് 5 അടി വീതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് കള്ളക്കളിയല്ലേ? ആ കള്ളക്കളി നടത്തിയിട്ട് ഞങ്ങൾക്ക് കാര്യക്ഷമത കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ഈ നാട്ടിൽ നടന്നു വന്ന ബാങ്കുകളുടെ സ്ഥിതി. ഇനി തകർന്നു പോയ ബാങ്കുകളുണ്ടല്ലോ. ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക്, രമേശ് ജെല്ലിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. രമേശ് ജെല്ലിയെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്, സ്വകാര്യവൽക്കരണത്തിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നത് ഇതാണ് നമ്മുടെ മോഡൽ എന്നായിരുന്നു ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്കിൻ്റെ രമേശ് ജെല്ലിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം എന്തായി സ്ഥിതി? 2004 RBI മെർജർ നടത്തിയപ്പോൾ ബുക്കിൽ നെറ്റ് പ്രോഫിറ്റാണ് കാണിച്ചിരുന്നത്. പക്ഷെ RBI പോയി പരിശോധിച്ചപ്പോൾ മൈനസ് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. നഷ്ടങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അക്കൗണ്ട്സ് ബുക്കിൽ പോസിറ്റീവായി കാണിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് കേട്ടോ. വലിയ സ്റ്റാൻഡേർഡുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? RBI പറഞ്ഞു, ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ പോയി അത് ഏറ്റെടുക്കൂ. ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് ചെലവാക്കിയ തുക എത്ര? 1500 കോടി രൂപ. ആരുടെ തുക? സാധാരണക്കാരൻ്റെ, നികുതിദായകൻ്റെ, പാവപ്പെട്ടവൻ്റെ ഡെപ്പോസിറ്റ് എടുത്തിട്ടാണ് ഈ കളി കളിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ യെസ് ബാങ്ക് വന്നു, റാണ കപൂർ. അതുപോലെ വലിയ കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് നാട് മുഴുവൻ പറഞ്ഞു നടന്നിരുന്ന റാണ കപൂറിൻ്റെ സ്ഥിതി എന്താ? ഇന്ത്യയിലെ 4ാമത്തെ വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അനിൽ അംബാനി ഗ്രൂപ്പ്, DHFL, SL ഗ്രൂപ്പ്, ഇവർക്കൊക്കെ യഥേഷ്ടം പണം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് 2020 ആയപ്പോൾ 40,000 കോടി രൂപയുടെ NPA യെസ് ബാങ്കിനുണ്ടായി. ഈ RBI SBIയോട് 2020 പറഞ്ഞു, നിങ്ങൾ യെസ് ബാങ്കിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. SBI 7500 കോടി രൂപ കളത്തിലിറക്കി ഈ പ്രൈവറ്റ് ബാങ്കിനെ രക്ഷിച്ചു. ആരുടെ പൈസ? നമ്മുടെ പൈസ. അതുമാത്രമല്ല ചെയ്തത്, എത്രയോ അധികം 81 ബോണ്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം 8000 കോടി രൂപയുടെ 81 ബോണ്ടുകൾ വേവ് ചെയ്ത് കൊടുത്തു സർക്കാർ ഈ യെസ് ബാങ്കിനെ SBI ഏറ്റെടുക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ബാങ്ക്, ലക്ഷ്മി വിലാസ് ബാങ്ക് ഏകദേശം 1926 മറ്റോ രൂപീകൃതമായതാണ് ലക്ഷ്മി വിലാസ് ബാങ്ക്. ആ ബാങ്കിൻ്റെ സ്ഥിതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോർട്ടിസ് ഹെൽത്ത് കെയർ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ തോതിലുള്ള പണം കടം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരും കുഴപ്പത്തിൽ പോകുന്നു. 2017 ആകുമ്പോൾ ലക്ഷ്മി വിലാസ് ബാങ്കിന് 5000-6000 കോടി രൂപയുടെ NPA ബാക്കി കിടക്കുന്നു, നഷ്ടം വരുന്നു. അത് ആദ്യം ഇന്ത്യ ബുൾസ് ഏറ്റെടുക്കാൻ നോക്കുന്നു, സർക്കാർ സമ്മതിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മുടെ സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള DBS ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. എന്താ അവിടെ നടക്കുന്നത്? സ്കീം ഓഫ് അമാൽഗമേഷൻ അനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ സഹായം അവർക്കും സർക്കാർ ചെയ്തു കൊടുക്കുന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കാരിൻ്റെ സഹായമില്ലാതെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവയാണ് സ്വകാര്യ ബാങ്കുകൾ എന്ന വാദം എവിടെ പോയി? ഈ സർക്കാർ ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ ബാങ്കുകളെ രക്ഷിച്ചെടുക്കുമ്പോൾ നാട്ടുകാരോട് ചോദിച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ അവരെ അക്കൗണ്ടബിളാക്കി നിർത്തിയിട്ടാണോ ചെയ്തിട്ടുള്ളത്? അല്ല. നാളെ മറ്റൊരു സ്വകാര്യ ബാങ്കിന് ഇതേപോലെയുള്ള അപകടം പിടിച്ച ട്രാൻസാക്ഷൻസ് ഏറ്റെടുത്തുകൊണ്ട് ഇതേപോലെ നഷ്ടം വരുത്തുന്നതിനുള്ള പരിസരം മുഴുവൻ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ നികുതിദായകന്റെ പണം എടുത്ത് ഇവരെ രക്ഷിക്കുന്നത്. ഇതെവിടുത്തെ വ്യവസ്ഥയാണ്? ഇതിനെയാണ് സുഹൃത്തുക്കളെ നവലിബറലിസം എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്നത്. ഇതിനൊരു സാമ്പത്തിക സിദ്ധാന്തവുമില്ല. ഇത് ഒരു വലതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമാണ്. ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒരു കയ്യിൽ ഏന്തിക്കൊണ്ടാണ് സംഘപരിവാറിൻ്റെ പ്രചാരകനായിട്ടുള്ള നരേന്ദ്രമോദി
ബൽരാജ് മധോക്കിന്റെ ശിഷ്യനായ നരേന്ദ്രമോദി ഇന്ന് ബാങ്കിംഗ് വ്യവസ്ഥയെ ഭരിക്കാൻ നോക്കുന്നത്. ഈ വ്യവസ്ഥയ്ക്കുള്ളിൽ ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ വ്യവസ്ഥയ്ക്കുള്ളിൽ പ്രധാനമായിട്ട് പൊതുമേഖലാ ബാങ്കുകളെ ദുർബലപ്പെടുത്തുന്ന, പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്ന, പൊതുമേഖലാ ബാങ്കുകളുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ പിന്മാറ്റുന്ന ഒരു സമീപനം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കാത്തലിക് സിറിയൻ ബാങ്ക് നേരിടുന്ന ഇന്നത്തെ പ്രതിസന്ധിയെ ഒരു തരത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല. ഒരു അടിസ്ഥാനവുമില്ലാത്ത സാമ്പത്തിക സിദ്ധാന്തങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രവൃത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫെയർഫാക്സിന് എഴുതി കൊടുത്തു 15 കൊല്ലത്തിനുള്ളിൽ ആ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 25% താഴ്ത്തിക്കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അദ്ദേഹം 49 മറ്റോ ആയിരുന്ന ഷെയർ ഹോൾഡിംഗ്, ഫെയർഫാക്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഇന്ന് 43% കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. അതിനെയും കുറച്ച് 25% പോകും. പക്ഷേ ഒരാൾക്ക് 25 എന്നതാണല്ലോ കണക്ക്, മറ്റൊരാൾക്കാവാം. മറ്റൊരു ഫോറിൻ ഹോൾഡിംഗ് കമ്പനി വന്ന് ബാക്കിയുള്ള ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇവിടെ നിലനിൽക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നടക്കം, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളെ പ്രത്യേകിച്ചും സംരക്ഷിക്കുന്ന യോജിച്ച ഒരു വലിയ സമരമുഖമാണ്. ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളികൾ, ഓഫീസർമാർ മാത്രം പങ്കെടുക്കുന്ന ഒരു സമരമായി ഇത് ഒതുങ്ങിക്കൂടാൻ പാടില്ല. ഇത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള, ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരം എന്ന രൂപത്തിൽ ബാങ്കിംഗ് മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തേണ്ട സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു വ്യാപനം എന്ന് പറയുന്നത്, ആ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളി യൂണിയനുകൾ, ഓഫീസർ യൂണിയനുകൾ, സ്റ്റാഫ് യൂണിയനുകൾ ഇവരൊക്കെ ഏറ്റെടുക്കും. ഇതുവരെ നിങ്ങൾ ഏറ്റെടുത്തതുപോലെ ഇനിയും ആ പ്രവർത്തനങ്ങൾ, ആ സമരങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സമരം കൂടുതൽ ജനകീയമാവട്ടെ. തൊഴിലാളികൾ, കർഷകർ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഇവരെല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ഒരു സമരമായി പൊതുമേഖലാ ബാങ്കിങ്ങിനെ സംരക്ഷിക്കുന്ന സമരം വളർന്നു വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.